It's all about humanity. About humanity. It's all about humanity. About humanity. It's all about humanity. ബിബിൻ മിലേഷ് ചേട്ടൻ യൂട്യൂബ് ചാനലുണ്ട് ഡോട്ട് ഗെയിം ചേച്ചി ഹായ് ബിന്ദു മേനോൻ. മാത്യൂസ് ആ നീ ബ്രോ പറഞ്ഞു ഷഹനാസ്. ഹായ് ഫ്രണ്ട്സ്, KL39 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് രാജസ്ഥാനിലെ രന്തംബൂർ നാഷണൽ പാർക്കിലാണ്. നമ്മൾ മോർണിംഗ് ടൈം തന്നെ ഇവിടെ എത്തിയായിരുന്നു. ഞാനടക്കം 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്തത്. നമ്മൾ ഇതുപോലത്തെ 2 വണ്ടിയിലായിട്ട് 6 പേര് വെച്ചിട്ടാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സോൺ 2ലും സോൺ 3ലേക്കുമാണ് നമ്മുടെ യാത്ര. നമ്മളിന്ന് പോകുന്നത് സോൺ 3ലേക്കാണ്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട്സ്, നമ്മളീ പോകുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും കാണുന്ന ഈ വലിയ പർവ്വതനിരകൾ നമ്മുടെ ആരവല്ലി പർവ്വതനിരകളുടെ ഒരു ഭാഗം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന എൻട്രൻസ്. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, നമുക്കിതിൽ നേരെ പോവാം. കാര്യം ഇതൊരു എൻട്രൻസ് കവാടം ആണെങ്കിൽ പോലും നമുക്കിതിൻ്റെ ഔട്ട് സൈഡും ഈ കാണുന്ന സൈഡൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ടൈഗറിൻ്റെ സൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളീ പോകുന്ന സൈഡുകളെല്ലാം തന്നെ സുൽത്താന എന്ന് പറയുന്ന ഒരു ടൈഗറിൻ്റെ, ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ ടെറിട്ടറിയാണ്. ഇപ്പോൾ അതിന് 3 കുട്ടികളുമുണ്ട്. അത്യാവശ്യം അതിൻ്റെ സൈറ്റിംഗ് ഒക്കെ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. എന്തായാലും നമുക്കിതുവരെ സൈറ്റിംഗ് ഒന്നും ആയിട്ടില്ല. നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്ന വഴി ഇതാ നമുക്ക് റോഡ് സൈഡിലൊരു മ്ലാവിൻ്റെ ഒരു നല്ലൊരു വിഷ്വൽ കിട്ടിയായിരുന്നു. ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്ന വെഹിക്കിളെല്ലാം പ്രൈവറ്റ് വെഹിക്കിളാണ്. കാരണം ഇവിടെ ഒരു അമ്പലമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പഴക്കമേറിയ ഒരു രാജകൊട്ടാരവും ഉണ്ട്. ഈ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൽ വരാനൊക്കെ ആയിട്ട് നമ്മുടെ ഓൺ വെഹിക്കിളിന് വരെ ഈ ഒരു സ്ഥലത്ത് വരാനുള്ള പെർമിഷൻ ഉണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് കവാടം. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചേക്കുന്ന പേപ്പേഴ്സും അതുപോലെ നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ എത്ര പേരുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ എൻട്രൻസിലേക്ക് ആദ്യം കിടക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വെരിഫൈ ചെയ്യാൻ കൊടുക്കണം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഉപയോഗിക്കുന്ന ലോറികളൊക്കെ തന്നെയാണ്. ഐഷറിൻ്റെ ഒരു വാഹനമാണിത്. ഇതിൻ്റെ എക്സ്ട്രാ സീറ്റ് കയറ്റിയിട്ടുണ്ടുള്ളൂ. കാരണം ഇതിൻ്റെ സൈഡ് ബോഡിയൊക്കെ നമ്മുടെ സാധാരണ ലോറിയുടെയൊക്കെ തന്നെ സൈഡ് ബോഡിയാണ്. അതിൽ എന്തായാലും നല്ല രസമായിട്ട് ഇതിലെ യാത്ര. കാരണം നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തെല്ലാം ജിപ്സിയിലായിരുന്നു. ഇതാകുമ്പോൾ ഇച്ചിരി കൂടി നമുക്ക് ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി കൂടി നന്നായിട്ട് ക്ലിയർ വ്യൂവും കിട്ടുന്നുണ്ട്. ജിപ്സി പോകുന്ന റൂട്ടെല്ലാം തന്നെ ഇത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഇവർ കവർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയായി കാണുന്ന ഈ ആൽമരം ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയൊരു പഴക്കമേറിയ ഒരു ആൽമരം കൂടിയാണ്. അങ്ങനെ നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും അത് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. അവിടെയും ഇതുപോലത്തെ ഉള്ളൊരു ആർച്ച് ഉണ്ട്. ഏകദേശം ഒരു 3-4 ആർച്ചുകളുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ 2ാമത് കയറി വന്നതാണ് ഇതിൻ്റെ മെയിൻ ആർച്ച്. നമ്മുടെ പറയുകയാണെങ്കിൽ ജിപ്സികളുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന വഴി നമുക്ക് സോൺ 2ഉം സോൺ 3യും 2ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ എന്തായാലും സോൺ 3യിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് 3യിലും ലെഫ്റ്റ് സൈഡ് കണ്ടത് സോൺ 2യിലേക്കുമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 6 പേര് സോൺ 2യിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ട്രിപ്പ് പോയത് മാർച്ചിലാണ്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രൈനസ് ഉണ്ട് ഇവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുതലാണ്. നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഏകദേശം ഒരു മെയ്യും അതുപോലെ തന്നെ ജൂണിൻ്റെ പകുതി വരെയാണ് ഇവിടുത്തെ സൈറ്റിങ്ങിന് ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറഞ്ഞത്. നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമൊക്കെ കുളിച്ച് വരാൻ ശ്രമിക്കുക. കാരണം ആ ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ് കാര്യങ്ങൾ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നിങ്ങളും ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മുടെ കൂടെ യാത്ര ചെയ്ത വണ്ടിയിൽ തന്നെ ആണെങ്കിൽ തന്നെ ഒരുപാട് ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുമ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാകാതിരിക്കുക. നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും തന്നെ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും ആനിമൽസ് മാറിപ്പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ യാത്ര പോകുന്ന വഴി നമുക്കൊരു മാനിനെ കിട്ടി. ഇതൊരു മെയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് സൈഡിലൊരു ബേഡിനെയും കാണാൻ പറ്റിയായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ തടാകത്തിൽ പോലും മുതലകളുണ്ട്. നമ്മൾ പോകുന്ന വഴി നമുക്ക് ഒരുപാട് മുതലയുടെ സൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു.
നമ്മളിപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൊക്കഡൈലിൻ്റെ സൈറ്റിങ് കാര്യങ്ങളും കിട്ടിയായിരുന്നു. ചെറിയൊരു തടാകത്തിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ക്രൊക്കഡൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ക്രൊക്കഡൈലിൻ്റെ സൈറ്റിംഗ് ആണിത്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വരുന്ന ഇപ്പം ഈ എടുത്തേക്കുന്ന ട്രിപ്പുകളെല്ലാം തന്നെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്നത് ഹാരിസിക്കയും അതുപോലെ തന്നെ നിതിൻ ചേട്ടനുമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ഇതേപോലെ തന്നെ ഡോട്ട് ഗെയിനിൽ ബിബിൻ ചേട്ടൻ ഇട്ടേക്കുന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തത്. ഞങ്ങൾ എന്തായാലും ഒരു 12 പേരടങ്ങുന്ന ഗ്രൂപ്പാണെങ്കിൽ പോലും നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഫാമിലി ആയിട്ട് വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു നമ്മുടെ ട്രിപ്പിന്. അപ്പോൾ നിങ്ങളും ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഫാമിലിയൊക്കെ വരാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്ന വഴി നമ്മളിപ്പോൾ ഒരു വലിയൊരു ക്യാമറ ടീമിനെ കണ്ടായിരുന്നു. ഇവർ രന്തമ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഒഫീഷ്യൽ വീഡിയോസ് എടുക്കാവുന്ന ടീമാണ്. ഇവിടുന്ന് അലാം കോൾ കേട്ടതിന് ശേഷം ഇവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളും അത്യാവശ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്നത് നമ്മുടെ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ആർച്ചാണ്, ആൽമരമാണ്. എന്തായാലും നമ്മുടെ ലെഫ്റ്റും റൈറ്റും നമുക്ക് നോക്കി അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളുടെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയത് നമുക്കൊരു മയിലിൻ്റെ ആയിരുന്നു. നല്ല രീതിയിലൊരു സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് മയിലിൻ്റെ കിട്ടിയത്. നമുക്ക് എന്തായാലും എൻ്റെ വിഷ്വലിലേക്ക് പോവാം. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴി ചെറിയൊരു അരുവി ക്രോസ് ചെയ്ത് പോകേണ്ടായിരുന്നു. ചെറിയൊരു വെള്ളക്കെട്ടാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. അത്യാവശ്യം മ്ലാവും മാനൊക്കെ വെള്ളവും അതുപോലെ തന്നെ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടിയായിരുന്നു. മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം മാനും മ്ലാവും അങ്ങനെയുള്ള ആനിമൽസാണ് കൂടുതലുണ്ടായിരുന്നത്. എന്തായാലും ഇതുവരെ നമുക്ക് ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയില്ല. എന്തായാലും നമുക്ക് ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടുന്നത് 100% ഉറപ്പാണ്. റൈറ്റ് സൈഡിൽ ഒരു അമ്മയും കുഞ്ഞായിട്ട് ഒരു ലെങ്കൂർ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടതും നേരെ അവർ മാറിപ്പോവുകയാണ്. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലും അത്യാവശ്യം മാൻകൂട്ടം ഉണ്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു മെയിൽ നീൽഗയുടെ മനോഹരമായൊരു വിഷ്വൽ കിട്ടിയായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ടാണെങ്കിൽ പോലും ഇതിങ്ങൾക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ എൻ്റെ വിഷ്വലും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളില്ല, നോർത്ത് ഇന്ത്യൻ സൈഡുകളിലാണ് അത്യാവശ്യം ഇതിൻ്റെ നീൽഗൈസിനെ കാണുന്നത്. ഇതൊരു മെയിലായിട്ടുള്ള ഒരു നീൽഗയാണ്. എന്തായാലും അതിൻ്റെ മനോഹരമായൊരു കാഴ്ചകൾ കണ്ട് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയായിരുന്നു. അത്യാവശ്യം നീൽഗയുടെ ഫീമെയിൽ ടീമിനെയാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം ഒരു 3-4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടിയായിരുന്നു. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിന് കൊമ്പുകളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കളറും ഇച്ചിരി കുറവാണ്. നമ്മളെ അവർ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് മറ്റൊരു വിഷ്വലും കൂടി കിട്ടിയായിരുന്നു. നമുക്കൊരു പുള്ളിമാൻ്റെയും അതുപോലെ തന്നെ കലമാൻ്റെയും വിഷ്വൽസും കൂടി കിട്ടിയായിരുന്നു. അത് ഒറ്റ ഫ്രെയിമിലാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്ന വഴി നമുക്കൊരു മനോഹരമായ ഒരു കാഴ്ച കിട്ടിയായിരുന്നു. അതായത് ഒരു ക്രൊക്കഡൈലിൻ്റെ ഒരു അറ്റാക്കിങ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടിയായിരുന്നു. ഇതാണ് ഒരു ക്രൊക്കഡൈൽ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു തടാകത്തിൽ പോലും മുതലയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു വിഷ്വലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മീൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വന്ന ജിപ്സിക്കാർ പറയായിരുന്നു അവിടെ ഒരു ടൈഗറിൻ്റെ ഒരു പ്രസൻസ് കണ്ടായിരുന്നു എന്ന്. എന്തായാലും നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് ടൈഗറിൻ്റെ ഒരു സൈറ്റിംഗ് തന്നെയായിരുന്നു. നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും അതിൻ്റെ വിഷ്വൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരെ ഒരു ഫീമെയിൽ മ്ലാവിൻ്റെ ഒരു കില്ലിങ് കണ്ടായിരുന്നു. നമ്മുടെ ടൈഗർ അവിടെ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ടൈഗർ നമ്മുടെ കൺമുന്നിലെത്തി. എന്തായാലും നമ്മുടെ ഒരു മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോവാം.
ഗൈഡ് പറഞ്ഞത് ഇത് നൂറി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ടൈഗർ ആയിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ മനോഹരമായ വിഷ്വൽ കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമുക്ക് നമ്മുടെ ജംഗിൾ സഫാരിയുടെ എൻഡ് പോർഷനിൽ എത്തിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ റിട്ടേൺ വരേണ്ട സ്ഥലത്ത് എത്തിയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ വണ്ടിയിലേക്ക് ഒരുപാട് കിളികൾ വന്നായിരുന്നു. ഇത് നമ്മുടെ നാട്ടുമ്പുറത്ത് പ്രദേശത്തൊക്കെയുള്ള നമ്മുടെ ഓലഞ്ഞാലിയാണ്. എന്തായാലും ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. എന്തായാലും ഈ ബേഡ്സിന് നമ്മൾ ആരെയും തന്നെ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ വന്നേക്കുന്നത്. നമ്മൾ കയ്യിൽ ഫുഡൊക്കെ വെച്ചാലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരു ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു മനോഹരമായ 2 കാഴ്ചകളിൽ ഒന്ന് നമ്മുടെ ടൈഗറിൻ്റെയും രണ്ടാമത്തത് ഈ ബേഡ്സിൻ്റെ ആയിരുന്നു. കാരണം നല്ല രസമായിരുന്നു. അവരുടെ കുറേ ഫണ്ണി മൂമെന്റ്സ് ഒക്കെ നമുക്കിൽ കാണാൻ പറ്റിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയക്കുക. എന്തായാലും നമ്മുടെ യാത്രയിലെ എന്താ പറയുക കാര്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ മൈൻഡ് റിലീഫായിട്ടുള്ളൊരു മൂമെന്റ്സ് ആയിരുന്നു ഇത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈഗറൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഒരു യാത്രയുടെ ഒരു ക്ഷീണോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതെല്ലാം മാറി. കാരണം ഈ ഒരു ബേഡ്സ് നമുക്ക് അത്രയും നല്ലൊരു മൂമെന്റ്സ് ആണ് തന്നത്. അപ്പോൾ നിങ്ങളും ഫാമിലി ആയിട്ട് വരാൻ ശ്രമിക്കുക. കാരണം നെക്സ്റ്റ് വരുന്ന മാസങ്ങളിലൊക്കെ നമ്മുടെ ഹാരിസിക്കയും നിതിൻ ചേട്ടനൊക്കെ ഈ ട്രിപ്പ് തന്നെ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള മനോഹരമായ യാത്രകളൊക്കെ വരാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.